കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിലെ പുത്തൻകണ്ടത്ത് LDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെയുണ്ടായ ബോംബേറിനെ തുടർന്നാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. കമ്പിൽമുട്ട സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. ബോംബേറിൽ കുഴഞ്ഞു വീണ രവീന്ദ്രന്റെ ദേഹത്ത് അക്രമികൾ സഞ്ചരിച്ച വാഹനം പാഞ്ഞുകയറിയാണ് മരണം. 5 CPM പ്രവർത്തകർക്ക് പരിക്കേറ്റു. കണ്ണൂർ മട്ടന്നൂരിലും LDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ ബോംബേറുണ്ടായി. ഇരു സംഭവത്തിന് പിന്നിലും RSS പ്രവർത്തകരാണെന്ന് CPM ആരോപിച്ചു. കാസർഗോഡ് വിവിധയിടങ്ങളിൽ UDF NDA പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ഹോസ്ദുർഗ്, കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിൽ ജില്ലാ കളക്ടർ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കാസർഗോഡ് സർക്കാർ കോളേജിന് മുന്നിൽ UDF പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തിവീശി. മീഡിയ 1 ക്യാമറാമാൻ രാജേഷ് ഓട്ടമല അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരന് ആഹ്ലാദ പ്രകടനത്തിന് നേരെയുണ്ടായ കല്ലേറിൽ പരിക്കേറ്റു. LDF പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ച് ചാലക്കുടിയിൽ ഇന്ന് NDA ഹർത്താൽ ആചരിക്കുകയാണ്. കോട്ടയത്ത് രണ്ടിടത്തുണ്ടായ അക്രമ സംഭവങ്ങളിൽ 5 CPM പ്രവർത്തകർക്കും ഒരു BDJS പ്രവർത്തകനും വെട്ടേറ്റു. കോഴിക്കോട് ഒഞ്ചിയത്ത് RMP പ്രവർത്തകരുടെ വീടിന് നേരെ വ്യാപക ആക്രമണമുണ്ടായി. LDF ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് അക്രമം. നിരവധി പേർക്ക് പരിക്കേറ്റു. വടകരയിൽ CPM BJP സംഘർഷത്തിനിടെ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. വടകരയിൽ BJP ഇന്ന് ഹർത്താൽ ആചരിക്കുന്നു. തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് BJP CPM സംഘർഷത്തെ തുടർന്ന് 5 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.